ഈ യന്ത്രങ്ങൾക്ക് ബുദ്ധിയുണ്ടാവുന്നു, എന്നാൽ മനസ്സില്ലല്ലോ. പക്ഷേ വൈകാരികമായ തീരുമാനങ്ങൾ എടുക്കുന്നു. ഇത് അപകടകരമായ അവസ്ഥയല്ലേ? മനുഷ്യൻ വിചാരധാരകളാലും സംവേദനക്ഷമതയാലും പരിസ്ഥിതികളെയും ഭാവനകളെയും വിശകലനം ചെയ്തിട്ടാണ് വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കുന്നത്. യന്ത്രങ്ങൾക്ക് ഇത് സാധിക്കുമോ? ഇക്കാര്യത്തിൽ സാങ്കേതികമായ സന്ദേഹങ്ങൾ ഉയരുന്നുണ്ട്. അതിൻ്റെ പ്രധാന കാരണം ഇക്കാലത്ത് നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ഉള്ളിൽ ഏതു തരത്തിലുള്ള ഭാവനകൾ, ചിന്തകൾ ഏതു രൂപത്തിൽ എപ്പോൾ ഉടലെടുക്കുമെന്ന്. സ്വന്തം ബൗദ്ധിക തലങ്ങളെ തന്നെ വേണ്ടത്ര തിരിച്ചറിയാത്ത മനുഷ്യൻ തന്നെയാണ് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ജന്മം നൽകിയിരിക്കുന്നത്. നമ്മളാൽ സൃഷ്ടിക്കപ്പെട്ട യന്ത്രങ്ങൾ നമ്മളിൽ നിന്നു തന്നെയല്ലേ പഠിക്കുക? എടുത്തു പറയേണ്ടത് നാം നേരിടുന്ന വെല്ലുവിളിയാണ്. ഇത് ഒരേ സമയം വരദാനവും ദുർവിധിയുമാണ്, അതുപോലെ ആശ്വാസകരമാണ്, ആപത്കരവുമാണ്. ഇപ്പോൾ നാം കാണുന്ന ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നത് മനുഷ്യബുദ്ധിയിൽ നിന്ന് ഉത്ഭവിച്ച ഒന്നാണ്. ഈ വസ്തുത നിലനിൽക്കെ തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നാം എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്ന കാര്യമാണ് നാം ഇപ്പോൾ ചിന്തിക്കേണ്ടതും തീരുമാനിക്കേണ്ടതും. സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണം മനുഷ്യനിൽ നിന്ന് ഒരിക്കലും നഷ്ടപ്പെടരുത് എന്ന കാര്യമാണ് നമ്മൾ കരുതലോടെയും സൂക്ഷ്മതയോടെയും കൈകാര്യം ചെയ്യേണ്ടത്. വെറുതെ മനുഷ്യനാൽ നിയന്ത്രിതമായാൽ പോരാ, മറിച്ച് വിവേകം, നീതി, മര്യാദ, ജ്ഞാനം, അച്ചടക്കം, സദ്ഭാവനകൾ തുടങ്ങിയവ ഉള്ളവർക്കായിരിക്കണം സാങ്കേതിക വിദ്യയുടെ നിയന്ത്രണം.